ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ആണ് ഇട്ടത്. ഇന്ന് ജസ്റ്റ് ഇങ്ങനെ യൂട്യൂബിൽ റാൻഡമായിട്ട് കയറി നോക്കിയപ്പോൾ കണ്ട ജിഞ്ചർ മീഡിയ ഇട്ടിരിക്കുന്ന ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ എന്ന് പറയാനില്ല, ജസ്റ്റ് ഒരു ഇതിൻ്റെ അപ്ഡേഷനാണ്. അതായത് നമ്മുടെ ഡോക്ടർ രജിത് കുമാർ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 2 നമുക്കറിയാം ഇത്രയും ജനപ്രീതി നേടിയ മറ്റൊരു കോണ്ടസ്റ്റൻ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ അതിൻ്റെ ഒരു റീപ്ലേ എന്ന് പറയാൻ പറ്റില്ല, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ആരായിരിക്കണം വിന്നർ ആവേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ജിൻഡോ സൗന്ദര്യത്തിൽ കുറച്ച് ബാക്കിലേക്ക് ആയിരിക്കാം, കാണാൻ വലിയ ലുക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ നല്ല ഹാർഡ് വർക്കറാണ് അല്ലേ. അത് അവർ തന്നെ പറഞ്ഞതാണ്. BB6 കോണ്ടസ്റ്റൻസ് തന്നെ പറഞ്ഞതാണ് അവിടെ ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു മനുഷ്യൻ എന്ന് പറയുന്നത് ജിൻഡോ ആണ്. നല്ല ഹാർഡ് വർക്കറാണ്, അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷേ ജാസ്മിനെ വിന്നറാവുള്ളൂ. ജിൻഡോ വിന്നറാവണമെന്നാണ് ആഗ്രഹം, പക്ഷേ ആരെ വിന്നറാവുള്ളൂ? ജാസ്മിനെ വിന്നറാവുള്ളൂ. പിന്നെ ചോദിച്ചൊരു കാര്യമാണ്, വാലിഡ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. അഖിൽമാരാറും മറ്റുള്ളവരും ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളും സപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്. അതായത് ഒരു അലിഗേഷൻ നമ്മളൊരു ഏഷ്യാനെറ്റിനെതിരെ നമ്മൾ പറയുമ്പോൾ ആ ഒരു ഏഷ്യാനെറ്റ് അഥവാ ആ ഒരു ബിഗ് ബോസിൻ്റെ അധികൃതർ എന്തുകൊണ്ട് അതിന് ഒരു ആക്ഷൻ എടുത്തില്ല? അതായത് ഇപ്പോൾ എനിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കമൻറ്റ് ഇട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനൊരു റീപ്ലേ ആയിട്ട് മറ്റൊരു വീഡിയോ നമ്മൾ ഇറക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ആക്ഷൻ എന്താണോ അതെടുക്കും. ബട്ട് ഇവിടെ ഒരു ആക്ഷൻ എടുത്തില്ല. മേ ബി ആ ഒരു സീസൺ കണ്ടിന്യൂ ആയതുകൊണ്ടായിരിക്കാം, സീസൺ കഴിഞ്ഞിട്ട് എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അത് എടുക്കാത്ത പക്ഷം പിന്നെ അതുപോലെ തന്നെ അതായത് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, രജിത് കുമാർ സാർ പറയുന്നൊരു കാര്യമുണ്ട്, ഈ സീസൺ ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ സീസണിലൊന്നും കിട്ടാത്ത കോണ്ടസ്റ്റൻസിന് മറ്റ് 5 സീസണിലും കിട്ടാത്ത ചില എന്താ പറയുക ആനുകൂല്യങ്ങൾ അല്ലേ, അത് ഈ സീസണിൽ കിട്ടുന്നുണ്ട്. ജാസ്മിനെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് ആ ഇൻ്റർവ്യൂ കണ്ടാൽ നിങ്ങൾക്കറിയാം ജാസ്മിനെ പറ്റി പറയുന്നുണ്ട്. ജാസ്മിൻ എന്ന് പറയുന്ന കോണ്ടസ്റ്റൻ്റിൻ്റെ പേര് പറയുന്നില്ല എന്നുണ്ടെങ്കിലും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ജാസ്മിനെ കുറിച്ച് തന്നെയാണ്. ഫേവറിസം കൊടുത്തിട്ടുണ്ട് ഈ സീസണിൽ. പിന്നെ കൺഫെഷൻ റൂമിൻ്റെ കാര്യം, കൺഫെഷൻ റൂമിലേക്ക് എടുക്കുക, ഉറങ്ങുക, എന്താ അല്ലേ. അപ്പോൾ BB6 കഴിഞ്ഞിട്ട് BB7 പോകുന്ന ആൾക്കാർക്ക് ഇത് തന്നെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഒരു സീസൺ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് സീസണിൽ പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ ആ ആനുകൂല്യങ്ങൾ നമുക്കും കിട്ടുമെന്ന്. അപ്പോൾ ഇനി BB7 പോകുന്ന ആരായാലും ഈ ആനുകൂല്യങ്ങളൊക്കെ പ്രതീക്ഷിച്ച് തന്നെ പോകാമെന്ന് തോന്നുന്നു. കാരണം BB6 അവർക്ക് കൊടുത്തതാണ് കോണ്ടസ്റ്റൻസിന്, കൺഫെഷൻ റൂമിനെ ബെഡ്റൂമാക്കി മാറ്റാം അല്ലേ, എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം, കരയാം, പിന്നെ എന്തുണ്ടെങ്കിലും വീട്ടിൽ നിന്ന് വിളിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മറ്റ് 5 സീസണിലും പുറത്തുനിന്ന് 5ാമത്തെ സീസണിലൊക്കെ അറിഞ്ഞിരുന്നവർ പുറത്തിറക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒരു 4 സീസൺ എടുത്ത് നോക്കാം നമുക്ക്. ഫസ്റ്റത്തെ 4 സീസൺ എടുത്ത് നോക്കി പുറത്തിറക്കുന്ന ഒരു കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒരു കോണ്ടസ്റ്റൻറ്റും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 5ാമത്തെ സീസണൊക്കെ ആയപ്പോൾ ഏകദേശമൊക്കെ, പക്ഷേ അത് അറിഞ്ഞത് ഒരിക്കലും വീട്ടിൽ നിന്നുള്ള ആൾക്കാർ വിളിച്ചിട്ടല്ല. അവിടെയുള്ള അവർ ഇങ്ങനെ മോഹൻലാൽ സാർ പറയുമ്പോഴും അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള ഓഡിയൻസിൻ്റെ കയ്യടി അങ്ങനെയൊക്കെയാണ് അവർ വിലയിരുത്തിയത്. പക്ഷേ ഈ ഒരു സീസൺ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ സീസൺ കഴിയാറായി നിൽക്കുമ്പോൾ എന്താ പറയുക, ഇനി BB7 പോകുന്നവർക്ക് നല്ല അടിച്ച് പൊളിച്ച് പോവാം. കാരണം നമുക്കിപ്പോൾ വീട്ടിൽ നിന്ന് നമ്മളൊരു ട്രിപ്പ് പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് ആൾക്കാരെ വിളിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം, നമ്മളൊരു ട്രിപ്പ് മോഡായിരിക്കും. 7 അങ്ങനെയായിരിക്കും, കാരണം 6 ഓൾറെഡി ഒരു ട്രിപ്പ് മോഡായിരുന്നു. അല്ലാതെ എന്താണ് അവിടെ ചെയ്യുന്നത്? ഇപ്പം നമുക്ക് ഒരു വിന്നർ എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിൽ ജിൻഡോ ആണ്. ജിൻഡോ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണോ എന്ന് ചോദിച്ചാൽ ഉള്ളതിൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്ന രീതിയിലാണ് ജിൻഡോ. പക്ഷേ വിന്നർ ആരേ ആവുള്ളൂ? ജാസ്മിനെ ആവുള്ളൂ. ഇത് പല യൂട്യൂബേഴ്സും പറയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ടോപ്പ് 2 വരുന്ന ആൾക്കാരാണ് ടോപ്പ് 1 ജാസ്മിൻ, ടോപ്പ് 2 നോറ എന്നുള്ളത്. അതൊക്കെ നമുക്ക് പോക്ക് കാണുമ്പോൾ അറിയാലോ എങ്ങോട്ടാണെന്ന്. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും ഇത് പറയുന്നത് കൊണ്ട് തന്നെ അവർ ട്വിസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അൻസിബയുടെ കാര്യത്തിൽ നമുക്ക് മനസ്സിലായി, വോട്ടിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞവർക്ക് വരെ വോട്ടിലെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. കാരണം അൻസിബയുടെ എവിക്ഷൻ എന്ന് പറയുന്നത് അൺഫെയർ ആയിരുന്നു എന്ന്, അതൊരു അട്ടർ ഫ്ലോപ്പായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവർ തന്നെ തെറ്റാന്ന് അവർ തന്നെ വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്.
സ്വയം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ തെറ്റാണ്, ഞാൻ തന്നെ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് ഇട്ട് തന്ന എന്തായിരിക്കും? അത് തന്നെയാണ് ബിഗ് ബോസ് ടീം ചെയ്യുന്നത്. അത് പല ലൈവ്സിലും കാര്യങ്ങളിലും നമ്മൾ കണ്ടതാണല്ലോ, അൻസിബയുടെ എവിക്ഷൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബിഗ് ബോസിനെ പറ്റി ഇപ്പോൾ സംസാരിക്കുമ്പോൾ ഡോക്ടർ രജിത് കുമാറിൻ്റെ ഒരു അഭിപ്രായം, അതിനെ പറ്റിയിട്ടുള്ള ഒരു അപ്ഡേഷനാണ് നമ്മൾ തന്നത്. ഒരു കോണ്ടസ്റ്റൻ്റ് ആയിരുന്നത് കൊണ്ട് തന്നെ, അതും വെറും ഒരു കോണ്ടസ്റ്റൻ്റ് അല്ല, അത്ര നമുക്ക് ജനപ്രീതി നേടിയ ഒരു കോണ്ടസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ സത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞു ജിൻഡോ ജയിക്കണമെന്നാണ് ആഗ്രഹം, പക്ഷെ ജയിക്കാൻ സാധ്യത ജാസ്മിനാണ്. അതുപോലെ തന്നെ ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ പാവ കൊടുക്കുക, അതുപോലെ തന്നെ ചെയിൻ കൊടുക്കുക, ഇതൊന്നും മറ്റു കോണ്ടസ്റ്റൻസിന് കൊടുക്കണം കണ്ടിട്ടില്ല. പുറത്തുനിന്ന് വരുമ്പോൾ ഒന്നും കൊടുക്കാൻ പാടില്ല ആർക്കും. പക്ഷെ എന്തുകൊണ്ട് കൊടുത്തു? ഫുഡ് കൊടുക്കാം, ഓക്കെ, ബാക്കി ഒന്നും കൊടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ബാക്കി എല്ലാവരും ഓക്കെ, നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് സ്പേസ് ഫില്ലായതാണ്. ഓക്കെ, അപ്പോൾ ബാക്കി എല്ലാ സീസണിലും ഇങ്ങനെ വേണമായിരുന്നു, അല്ലെങ്കിൽ ഇനിയുള്ള 7 തൊട്ടുള്ള സീസണിലും ഇത് വേണം അല്ലേ? കാരണം വീട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് മാത്രമല്ല, ബാക്കി നമുക്ക് ഇഷ്ടപ്പെട്ട ബാക്കി വല്ല ചെയിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവരാമല്ലോ അല്ലേ? അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു ധൈര്യം തന്നെയായിരിക്കും. അല്ലേ? കാരണം നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ നമുക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മെമ്മറി വീണ്ടും നമ്മളിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ്. നമുക്ക് മുന്നോട്ട് കളിക്കാനും അതിനൊരു പ്രേരണ തന്നെ തരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഇനിയുള്ള സീസണിലും അങ്ങനെ പ്രതീക്ഷിക്കാം നമുക്ക് ബിഗ് ബോസ്. കാരണം ഒരാൾക്ക് മാത്രം കൊടുത്താൽ പോരല്ലോ, എല്ലാവർക്കും വേണ്ടേ അല്ലേ? അപ്പോൾ പിന്നെ അവിടെയുള്ള കോണ്ടസ്റ്റൻസിനെ പറ്റി പറയാനാണെങ്കിൽ എന്തിനാണ് സായൊക്കെ അവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ല. തിരിച്ചറങ്ങി പോരുന്നതായിരിക്കും ഇതിനേക്കാൾ നല്ലതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാമല്ലേ? തിരിച്ചറങ്ങി പോരുന്നതായിരിക്കും ഇതിനേക്കാളും നല്ലത്. കാരണം അർജുനൊക്കെ ഇപ്പോൾ വീണ്ടും കളിക്കുന്നുണ്ട്, സായൊക്കെ എന്താ കളിക്കുന്നത്? അപ്പോൾ അങ്ങനെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6നെ പറ്റി നോക്കുമ്പോൾ അട്ടർ ഫ്ലോപ്പ് എന്നേ പറയാനുള്ളൂ. കോണ്ടസ്റ്റൻസ് വന്നവർ പലരും നല്ലവരായിരുന്നു, പക്ഷേ ഷോ എന്ന് പറയുന്നത് അട്ടർ ഫ്ലോപ്പ് ഷോയാണ്. TRP സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു, പക്ഷേ ജനങ്ങളുടെ ഇടയിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഷോ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഇമേജുകൾ തങ്ങി നിൽക്കുന്ന ഒരു ഷോയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഡോക്ടർ രജിത് കുമാർ സാർ പറഞ്ഞ പോലെ തന്നെ ജിൻഡോ ആയിരിക്കട്ടെ നമ്മുടെ ടൈറ്റിൽ വിന്നർ, പക്ഷേ ജാസ്മിൻ ആവാനാണ് സാധ്യത. നിങ്ങൾക്ക് ആരാണ് ടൈറ്റിൽ വിന്നർ ആവേണ്ടത്, ആരാകുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്യോ. ബൈ.